വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ബിന്ദു മാഡം, PTA ഭാരവാഹികൾ, സ്കൂൾ മാനേജ്മെൻറ്റിലെ മറ്റംഗങ്ങൾ, ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ആദ്യം തന്നെ ഈ വർഷത്തെ കിഡ്സ് ഫെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ് ഡേയുടെയും നല്ല ഒരു ദിനമായി തീരട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ശരിക്കും അവര് ദൈവത്തിൻ്റെ ബ്ലിസ്സാണ്. ആ ബ്ലിസ് നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളും അവരോടൊപ്പം കുഞ്ഞുങ്ങളായി തീരുക എന്നുള്ളതാണ്. ഇവരൊത്തിരി ദിവസമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അവരുടെ കലാവാസനകളെയും സർഗവാസനകളെയും ഒക്കെ നമ്മുടെ മുൻപിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് സന്തോഷം തുളുമ്പുന്നത് അമ്മമാരുടെയും അച്ഛന്മാരുടെ, അമ്മൂമ്മമാരുടെ, അപ്പൂപ്പന്മാരുടെ ഒക്കെ കണ്ണുകളുടെ മുഖത്തുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവരെ സജ്ജരാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സമൂഹമാവട്ടെ നമ്മളുടേതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാനൊരു കഥ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ആ കഥയുടെ പേര് മണിയൻ്റെ കഥ എന്നാണ്. മണിയൻ എന്ന് പറയുന്നത് ഒരു സമർത്ഥനായ കൊക്കാണ്, ഒരു കുളത്തിലെ കൊക്ക്. ആ മണിയൻ ഒരു പ്രത്യേകതയുള്ളത്, നന്നായി കഥ പറയും മണിയൻ. മണിയൻ്റെ കഥ കേൾക്കാൻ എല്ലാ ദിവസവും ആ കുളത്തിൽ ഒത്തിരി പേര് വരും. നീർക്കോലികളുണ്ടാവും, ചെറിയ മത്സ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒത്തിരി പേര് മണിയൻ്റെ ചുറ്റും കൂടി കഥ കേൾക്കാനെത്തും. മണിയനാകട്ടെ മണിയൻ്റെ വിരുദ് കൊണ്ട് എന്നും പറയുന്നത് ഒരു കഥ തന്നെയാണ്. പക്ഷേ കേൾക്കുന്നവർക്കത് മനസ്സിലാവുന്നില്ല. മണിയൻ്റെ കഥയുടെ ഭംഗിയും ആസ്വാദന മികവും ഒക്കെ കൊണ്ട് ഇങ്ങനെ കേട്ട് എന്നും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നും കഥ കേൾക്കുന്ന ഒരു പറവ, സ്ഥിരമായി പറന്നു പോകുന്ന ഒരു പറവയ്ക്ക് ഈ കഥ കേട്ടപ്പോൾ ബോറടിച്ചു. എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പറവ ഒരു ദിവസം വന്ന് ഈ കൊക്കിനെ കഴുത്തിൽ പിടിച്ച് കൊത്തിയെടുത്ത് ലോകം കാണാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ലോകം കാണാൻ പറവ ഈ മണിയനെ കൊണ്ടുപോകുമ്പോൾ മണിയൻ ഇതുവരെ കാണാത്ത പുതിയ ലോകം കാണുന്നു. മണിയൻ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? മലകൾ കാണുന്നു, പുതിയ രാജ്യങ്ങൾ കാണുന്നു, പുതിയ സ്ഥലങ്ങൾ കാണുന്നു, കടൽ കാണുന്നു, സമുദ്രം, അങ്ങനെ എന്തൊക്കെയാണോ മണിയന് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ലാത്തത് അതെല്ലാം ഈ പറന്നു പോകുന്ന വഴികളിലൂടെ കാണുകയാണ്. അതിനുശേഷം തിരിച്ച് പറവ ഈ മണിയനെ ആ കുളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടിടുന്നു. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ മണിയൻ? പുതിയ പുതിയ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം. ആ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് സജ്ജമാകുന്ന ഒരു പേരൻസ് ആയിരിക്കണം നമ്മൾ. ഇപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെക്കാൾ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമ്മളോട് തിരിച്ചു പറയുന്നവരല്ലേ. നമ്മളെക്കാൾ ടെക്നോളജി സംവിധാനങ്ങൾ കുഞ്ഞായാലും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ്. ഏതാണ്ട് നമ്മളുടെ മനഃശാസ്ത്രങ്ങളുടെ പഠനങ്ങൾ മനസ്സിലാവുന്നത് ഒരു 50% ഭൗതികമായ ഒരു നോളജ് അക്വയർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 5 വയസ്സിനകത്താണ്. അപ്പൊ ഈ ഒരു കാലയളവിൽ നമ്മൾ കൂടി പഠിച്ചെങ്കിൽ മാത്രമേ അവരോടൊപ്പം കിടപിടിച്ച് നമുക്കും കൂടി നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മണിയൻ്റെ കഥ പോലെ ആകാതെ നമ്മൾ കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനും പല രീതിയിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പേരന്റ്, ആ ഒരു സമൂഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും എന്നും ഓർക്കാൻ തക്കതായിരിക്കട്ടെ. എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ നല്ലൊരു ദിവസമാവട്ടെ. ഞാനും വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തയായിട്ടുള്ളതാണ്. ഞാൻ അവരോടിപ്പം ഈ അവസരത്തിൽ കടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മാഡത്തിൻ്റെ സ്കൂളിൻ്റെ വക ഒരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി KG കോർഡിനേറ്ററായ ഗിരിജ ടീച്ചറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലളിതമായ വാചകങ്ങളിലൂടെ മനഃശാസ്ത്രത്തിന്റെ സങ്കീർണതയിലേക്ക് കടന്ന് നമുക്ക് ഒരു ആശംസാ പ്രസംഗം അറിയിച്ച ജിഷ മുരളി മാഡത്തിന് ഓക്സ്ഫോർഡ് നൽകുന്ന സ്നേഹം